നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സംഘം ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കാർ വളഞ്ഞ് പുലർച്ചെ 4 മണി മുതൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിന്റെ ഫാം ഹൗസിന് മുന്നിൽ നിന്നു വൈകിട്ടോടെ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് എത്തിക്കും. വയനാട്ടിലെ കസ്റ്റഡി വിശദാംശങ്ങളുമായി കമൽ ചേരുന്നുണ്ട്. കമൽ, അങ്ങനെ അതിനാടകീയമായി വളരെ വിദഗ്ധമായിട്ട് തന്നെയാണ് കേരള പോലീസ് ബോച്ചയെ പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ മറ്റ് ഇടങ്ങളിലേക്കൊക്കെ അദ്ദേഹം പോകുമോ, മറ്റെന്തെങ്കിലും നിയമവഴി തേടുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കൽ ഉണ്ടായിരിക്കുന്നത്. എത്തിച്ച ശേഷം ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമല്ലോ. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബോച്ചയും വഹിച്ചുള്ള പോലീസ് സംഘം കൊച്ചിയിലെത്താറായിട്ടുണ്ടോ? പ്രജീഷ്, ഒരു 12 മണിയോടെയാണ് ഇവിടെ നിന്ന് സംഘം പോയത്. അതുകൊണ്ട് തന്നെ എറണാകുളത്തേക്ക് എത്തുന്നതേ ഉണ്ടാവുകയുള്ളൂ. അതിചടുലമായ നീക്കത്തിലൂടെയാണ് കേരള പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘത്തോടൊപ്പം വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ്, ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസാഫ് ആണ് ഈ എടുക്കാൻ വേണ്ടി ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഡാൻസാഫിലെ അംഗങ്ങൾ എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘത്തോടൊപ്പം ചേർന്നത്. ഇവർ ഇന്ന് പുലർച്ചെ മുതൽ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ എസ്റ്റേറ്റിന് പുറത്ത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോച്ചെ 1000 ഏക്കർ എന്ന എസ്റ്റേറ്റ് മേപ്പാടി ചൂരൽമല റോഡിലുള്ള എസ്റ്റേറ്റിലെ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് വാഹനം തടഞ്ഞ ഈ പോലീസ് സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. എറണാകുളത്ത് നിന്നുള്ള സംഘം എത്തിയ സ്വകാര്യ സ്കോർപിയോ കാറിലേക്കാണ് ബോബിയെ അവിടെ നിന്ന് കയറ്റിയത്. അവിടെ നിന്ന് മേപ്പാടിക്ക് ഇപ്പുറത്ത് കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള പുത്തൂർ വയലിലെ ജില്ലാ പോലീസ് ക്യാമ്പിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചു. അവിടെ പ്രാഥമികമായ ചില നടപടിക്രമങ്ങൾ ഉണ്ടായി. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വാഹനത്തിൽ, വെള്ള ബൊലേറോ ജീപ്പിൽ കയറ്റി, പോലീസ് വാഹനത്തിൽ കയറ്റിയാണ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. അങ്ങനെ എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. പ്രജീഷ്. കമൽ, അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചത് അടക്കം പുതിയ നിയമസംഹിതയിലെ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. IT ആക്ട് ഉൾപ്പെടെയുള്ള നടപടികൾ കൂടി അദ്ദേഹത്തെ വിധേയമാക്കുമ്പോൾ അല്പം കുരുക്കിലേക്ക് പോകും ബോബി ചെമ്മണ്ണൂർ എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം കസ്റ്റഡിയിലടക്കം ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ടെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെടുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. പ്രജീഷ്, അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം കേസെടുത്ത ഉടൻ തന്നെ വളരെ പെട്ടെന്നാണ് പോലീസ് ഇത്തരം നീക്കം നടത്തിയത്. അതായത് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ കിട്ടാനുമുള്ള സാധ്യത കുറയും. അതുകൊണ്ട് തന്നെ വളരെ ചടുലമായ നീക്കത്തിലൂടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ വൈകിട്ട് എറണാകുളത്ത് നിന്ന് തിരിച്ച സംഘം ഇന്ന് പുലർച്ചെയോടെ മേപ്പാടിയിലെത്തുന്നു. വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് ഡാൻസാഫിൻ്റെ കൂടി സഹായത്തോടെ ഈ എസ്റ്റേറ്റിന് പുറത്ത് എത്തുന്നു. അവിടെ നിന്ന് ബോബി ചെമ്മണ്ണൂർ ബംഗ്ലാവിൽ നിന്ന് എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പ്രധാന റോഡിൽ എത്തുന്നതിന് മുൻപ് എസ്റ്റേറ്റ് റോഡിൽ വെച്ച് തന്നെ ഒരു ജംഗ്ഷനിൽ വെച്ച വാഹനം വളഞ്ഞ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും നിയമപരമായ നടപടികളൊക്കെ കൊച്ചിയിൽ എത്തിയ ശേഷമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടുത്തെ പോലീസ് ക്യാമ്പിൽ എത്തിച്ചെങ്കിൽ കൂടി കാര്യമായ നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ടായില്ല. മെഡിക്കൽ പരിശോധനയോ അതുപോലെയുള്ള കാത്തിരിക്കാം. അല്പസമയത്തിനകം കൂടി കഴിയുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് അന്വേഷണ സംഘം എത്തിക്കും. പിന്നീട് നിയമ നടപടികൾക്ക് വിധേയമാക്കും.